ഞാൻ എന്താ ഇത് ചെയ്യേണ്ടത്? നീ ഒന്ന് പറഞ്ഞതാ എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഏറ്റവും കൂടുതൽ പേടിച്ച ശിവാനിയേക്കാൾ അപകടകാരിയാണ് വസുന്ധരാമ്മ. സൂക്ഷിക്കണം. അവരെ മാത്രമല്ല, എല്ലാവരും ഇപ്പൊ സംശയത്തോടെ മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഞാനിനി എന്താ വേണ്ടത്? നിധി, നമുക്കിനി കൂടുതലൊന്നും ആലോചിക്കണ്ട. എത്രയും പെട്ടെന്ന് ഈ വീട് വിട്ട് നമുക്ക് ഇറങ്ങണം. എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോവാം. എന്റെ മരണം ആഗ്രഹിക്കുന്നവരുടെ കൺമുന്നിൽ പോലും പെടാത്ത ഏതെങ്കിലും ഒരു ലോകത്ത് പോയി ജീവിക്കാം നമുക്ക്. എന്താ ഗൗതം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇപ്പോഴും നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഇനിയിപ്പോ അവര് തിരിച്ചു വരും. എന്റെ കൺമുമ്പിൽ എങ്ങനെ അവരെ കണ്ട ഞാൻ എങ്ങനെ പെരുമാറുമെന്ന് പോലും എനിക്കറിയില്ല. അതിനു മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങി പോവാം നമുക്ക്. ഈ ചിന്തയൊന്ന് നിർത്ത് ഗൗതം. എന്നിട്ട് സമാധാനമായിട്ട് ആലോചിക്കും. എന്താ ആലോചിക്കണമെന്ന്? ഇത് ഗൗതമിന്റെ വീടാണ്. ഗൗതം അധ്വാനിച്ചുണ്ടാക്കി ഗൗതമിന്റെ പേരിൽ വാങ്ങിയ വീട്. ഇത് ഉപേക്ഷിച്ചിട്ട് എന്തിനു പോണം? നോക്ക് നിധി, എനിക്ക് ഈ വീട്, സ്വത്ത് ഇതിനോടൊന്നും ഒരു മോഹവുമില്ല, താല്പര്യവുമില്ല. ഒന്നിലും ആർത്തിയുമില്ല. എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളിലുള്ളൂ. എന്നെ വെറുക്കുന്നവരുടെ മുഖം പോലും കാണാൻ ഇടവരരുത്. അവരുടെ കണ്ണിൽ പോലും പെടരുത്. എങ്ങോട്ടെങ്കിലും പോവാം. ഇനി ഒന്നും നോക്കണ്ട. വാ നിധി, നമുക്ക് ഇറങ്ങാം. ഇത് ഒളിച്ചോട്ടമാണ് ഗൗതം. പ്രശ്നങ്ങളെ ഫേസ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ച ഗൗതം ചെയ്യുന്നത് ഇപ്പൊ അതുതന്നെയല്ലേ? ആകാശം ഇടിഞ്ഞു വീണാലും പോരാടി നിൽക്കണമെന്ന് പറഞ്ഞ ഗൗതമിന് എന്താ പറ്റിയത്? ഞാൻ ആരോടാ പോരാടേണ്ടത്? അല്ലെങ്കിൽ തന്നെ പോരാടി ജയിക്കാൻ ഇത് ബിസിനസ് അല്ല, ജീവിതമാണ്. ഒരിക്കൽ ഞാൻ സ്നേഹിച്ചവരാണ് ഇപ്പൊ ചുറ്റും നിന്ന് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്. ഗൗതം ഈ പറയുന്നതൊക്കെ ശരി തന്നെയാ, ഞാനും സമ്മതിച്ചു തരാം. പക്ഷെ വീട് വിട്ട് ഇറങ്ങണമെന്നുള്ള ഈ തീരുമാനം തെറ്റാണ് ഗൗതം. തെറ്റെങ്കിൽ തെറ്റ് ഞാൻ അംഗീകരിച്ച് തന്നേക്കാം. പക്ഷെ ആ തെറ്റായ തീരുമാനത്തിൽ നിന്ന് പോലും ഞാൻ പിന്മാറില്ല. ഈ വീട് വിട്ട് ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കും. നിനക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം, ഞാൻ പോവും. എന്ത് വർത്താനോ ഗൗതം ഈ പറയുന്നത്? പറഞ്ഞില്ലേ, ഇതാണ് എന്റെ തീരുമാനം. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും. ഗൗതം, ഗൗതം മോനെ, ഒന്നിങ്ങോട്ട് വന്നേ. ഗൗതം, വിളിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? വരൂ ഇങ്ങോട്ട്, ഒരു അത്യാവശ്യത്തിനല്ലേ വിളിക്കുന്നേ?